സോ നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് എങ്ങനെയാണ് ഗ്രേഡിയന്റ് കളർ ചേഞ്ച് ചെയ്യണേ അല്ലെ, ഒരു മാർക്കറിനകത്തെ കളർ ചേഞ്ച് ചെയ്യുന്ന മെത്തേഡുകൾ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ പുതിയ മാർക്കർ എങ്ങനെ ആഡ് ചെയ്യാം എന്ന് പഠിച്ചു. അതിനുശേഷം നമ്മൾ മാർക്കർ എങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയാമെന്ന് പഠിച്ചു. ഒപ്പാസിറ്റി എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് പഠിച്ചു. മാർക്കറിന്റെ ലൊക്കേഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് പഠിച്ചു. ഇനി നോക്കുക, ഇവിടെ ഒരു കാര്യം കൂടെ പറയാം. ഒരു മാർക്കർ സെലക്ട് ചെയ്യുമ്പോൾ ആ മാർക്കറിനകത്തേക്ക് അസൈൻ ചെയ്തേക്കുന്ന കളറിന് ഒരു പർട്ടിക്കുലർ ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഏരിയയാണ് ഈ ചെറിയൊരു പോയിന്റർ വെച്ച്, ഒരു ഡയമണ്ട് പോയിന്റർ ഉണ്ട്, ആ പോയിന്റർ വെച്ച് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഈ ഒരു മാർക്കർ ചേഞ്ച് ചെയ്യുമ്പോൾ കണ്ടോ, അതിന്റെ തന്നെ ആ ഒരു ഡയമണ്ട് പോയിന്റർ മാറുന്നത് കണ്ടോ. സോ നമുക്ക് ആ പോയിന്റർ ചേഞ്ച് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ ഇതുപോലെ മാർക്കറിനകത്തേക്ക് അടുപ്പിക്കുക. അടുപ്പിച്ച് കഴിയുമ്പോൾ അവിടെ ആ ഒരു സ്മൂത്ത്നെസ് വളരെ കുറവായിരിക്കും. ഒരു ചെറിയ ഏരിയയിൽ മാത്രമേ ആ ഒരു പർട്ടിക്കുലർ കളർ നമുക്കവിടെ കിട്ടുള്ളൂ. അതിന്റെ സ്മൂത്ത്നെസ് വളരെ കുറവായിരിക്കും. സോ അതും കൂടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കണേ. ആ ഒരു പർട്ടിക്കുലർ കളറിന്റെ സ്മൂത്ത്നെസ് അല്ലെങ്കിൽ അതിന്റെ ഏരിയ വളരെ കുറവായിരിക്കും, അതിന്റെ ബ്ലെൻഡിങ് വളരെ കുറവായിരിക്കും. ചെറിയൊരു ഏരിയയിൽ മാത്രമേ നമ്മൾ ആ സെലക്ട് ചെയ്ത കളർ വരുള്ളൂ. ഓക്കെ, അപ്പൊ അതിന് മുമ്പും അത് കഴിഞ്ഞിട്ടും ഇരിക്കുന്ന കളറായിരിക്കും ഇവിടെ കൂടുതലായിട്ട് വരുന്നത്. ഇത് നിങ്ങൾക്ക് കളർ ഫില്ല് ചെയ്യുമ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കാണിച്ചാൽ നമുക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ ഒരു ഗ്രേഡിയന്റ് എഡിറ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ നമ്മൾ കളർ കാര്യങ്ങളെല്ലാം ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഇവിടെ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് നിന്ന് ഓക്കെ കൊടുക്കാം. ഇപ്പം നിങ്ങൾ ഈ ഗ്രേഡിയന്റ് കളറിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ പുതുതായിട്ട് സെലക്ട് ചെയ്ത് കൊടുത്ത കളറായിരിക്കും ഗ്രേഡിയന്റിൽ ആക്റ്റീവ് ആയി കിടക്കുന്നത്. ഇനി നമുക്കിത് ഫില്ല് ചെയ്യാം. സോ ഇത് ഫില്ല് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഗ്രേഡിയന്റ് ഫില്ല് ചെയ്യാൻ യൂസ് ചെയ്യേണ്ടത്. സോ ഞാനിവിടെ ക്ലിക്ക് ആൻഡ് ഡ്രാഗ്, ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു. ഇതുണ്ടോ, അപ്പൊ നമ്മൾ ആ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത ആ ഒരു കളറാണ് നമുക്കിവിടെ ഫില്ല് ചെയ്ത് വന്നേക്കുന്നത്. അതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാൻ ഒരു കളറിന്റെ മാർക്കർ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തായിരുന്നു. മീൻസ് അത് സ്റ്റാർട്ട് ചെയ്യുന്ന എൻഡ് ചെയ്യുന്ന ഏരിയ വളരെ കുറവായിരുന്നു പറഞ്ഞായിരുന്നു. ഈ കാണുന്ന കളറാണത്. ഓക്കെ, ഇതുണ്ടോ, ഇവിടെ ബ്ലെൻഡിങ് വളരെ കുറവാണ്. സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രേഡിയന്റിനെ എഡിറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഗ്രേഡിയന്റ് അസൈൻ ചെയ്യാം. ഇനി നമ്മൾ ഇതിനകത്ത് വേറെ കുറച്ച് കാര്യം കൂടെ ഉണ്ട്. നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് 5 ടൈപ്പ് ഗ്രേഡിയൻസ് വരുന്നുണ്ട്. ആ ഒരു 5 ടൈപ്പ് ഗ്രേഡിയൻസ് ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. അതിനകത്ത് ഒന്ന് ലീനിയർ ഗ്രേഡിയന്റ് ആണ്. ലീനിയർ ഗ്രേഡിയന്റ് എന്ന് പറയും. അത് ഈ ഗ്രേഡിയന്റ് കളർ കഴിഞ്ഞിട്ട് തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് കിടപ്പുണ്ട്. ആ ലീനിയർ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞ ഒരു ആംഗിൾ ഗ്രേഡിയന്റ് ആണ്. അതായത് ഒരു ലീനിയർ ആംഗിളിൽ പോകുന്നു. അതായത് ഞാൻ ഏത് ആംഗിളിൽ ഡ്രാഗ് ചെയ്യുന്നോ ആ ആംഗിൾ അത് സ്ട്രൈറ്റ് ലൈൻ ആയിട്ടായിരിക്കും നമുക്ക് ഗ്രേഡിയന്റ് അസൈൻ ചെയ്ത് കിട്ടുന്നത്. അതാണ് എന്ത്, ലീനിയർ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഫോട്ടോഷോപ്പിൽ ഡിഫോൾട്ട് ആയിട്ടും ആക്റ്റീവ് ആയി കിടക്കുന്ന ഗ്രേഡിയന്റ് ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്, ലീനിയർ ഗ്രേഡിയന്റ് ആണ്. അതൊരു സ്ട്രൈറ്റ് ആയിട്ടായിരിക്കും എപ്പോഴും ഗ്രേഡിയന്റ് ആഡ് ആവുള്ളൂ കേട്ടോ. ഓക്കെ, ഇപ്പൊ മുകളിൽ നിന്നും താഴത്തേക്കാണെങ്കിൽ അതുപോലെ ആയിരിക്കും അത് ആഡ് ആവുന്നത്. അതുപോലെ തന്നെ താഴെയിൽ നിന്നും മുകളിലേക്കാണെങ്കിലും അതുപോലെ ആയിരിക്കും. അതായത് നമ്മുടെ ഡയറക്ഷൻ അനുസരിച്ചായിരിക്കും ഗ്രേഡിയന്റ് ആഡ് ആയി വരുന്നത്. എപ്പോഴും ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ടായിരിക്കും വരുന്നത്. സോ അതാണ് എന്ത്, ലീനിയർ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് റേഡിയൽ ഗ്രേഡിയന്റ് ആണ്. റേഡിയൽ ഗ്രേഡിയന്റിൽ ഗ്രേഡിയന്റ് ഫില്ല് ചെയ്ത് വരുന്ന ഒരു സർക്കുലർ പാറ്റേണിലായിരിക്കും. സർക്കുലർ പാറ്റേണിലായിരിക്കും റേഡിയൽ ഗ്രേഡിയന്റിൽ ഒരു ഗ്രേഡിയന്റ് ഫില്ല് ചെയ്ത് വരുന്നത്. കണ്ടോ, ഒരു സർക്കുലർ ഷേപ്പിൽ റൗണ്ട് ഷേപ്പിലല്ലേ ഗ്രേഡിയന്റ് ഫില്ല് ചെയ്ത് വന്നേക്കുന്നത്. നോക്കി, അതാണെന്ത്, റേഡിയൽ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. സെയിം തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് തന്നെയാണ് ഇതും ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഒരു റേഡിയൽ ഷേപ്പിലായിരിക്കും ആ ഗ്രേഡിയന്റ് നമുക്കിവിടെ ഫില്ല് ചെയ്ത് വരുന്നത്. ഇനി നമുക്ക് തേർഡ് ഗ്രേഡിയന്റ് നോക്കാം. എന്താണ്, ആംഗുലർ ഗ്രേഡിയന്റ് എന്ന് പറയും. ഓക്കെ, അതായത് ആംഗിൾ ഗ്രേഡിയന്റ് എന്ന് പറയുന്ന ഒരു കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഈ കളർ നമുക്ക് ഫില്ല് ചെയ്ത് കിട്ടും. കണ്ടോ, ഒരു കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നമുക്ക് എന്ത് ചെയ്തിട്ടും ഈ ഒരു കളർ നമുക്ക് ഫില്ല് ചെയ്ത് കിട്ടും. സോ അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ആംഗിൾ ഗ്രേഡിയന്റ് യൂസ് ചെയ്യുന്നത്. അതാണ് മൂന്നാമത്തെ ഗ്രേഡിയന്റ് ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നാലാമത്തെ ഗ്രേഡിയന്റ് ടൈപ്പിലേക്ക് പോകാം. നാലാമത്തെ ഗ്രേഡിയന്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, റിഫ്ലക്റ്റഡ് ഗ്രേഡിയന്റ് എന്ന് പറയും. ഓക്കെ, റിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം അല്ലെ. ഒരു സർഫസിൽ ഒരു ഒബ്ജക്റ്റ് റിഫ്ലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ആ ഇരിക്കുന്ന ഒബ്ജക്റ്റിന്റെ ഒരു ഓപ്പോസിറ്റ് ആംഗിൾ ആയിരിക്കും നമ്മൾ ആ സർഫസിൽ റിഫ്ലക്ട് ചെയ്ത് വരുന്നത്. സോ അതുപോലെ തന്നെയാണ് റിഫ്ലക്റ്റഡ് ഗ്രേഡിയന്റും. ഈ റിഫ്ലക്റ്റഡ് ഗ്രേഡിയന്റ് എടുത്തു കഴിഞ്ഞ് നിങ്ങളിവിടെ ഈ ഒരു സെലക്ഷന്റെ സെന്റർ പോയിന്റ് നിന്ന് മുകളിലേക്കോ താഴത്തേക്കോ നിങ്ങൾക്ക് ഗ്രേഡിയന്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സെലക്ഷന്റെ സെന്റർ പോയിന്റ് നിന്ന് മുകളിലേക്ക് ഞാൻ ഡ്രാഗ് ചെയ്യുകയാണ്. മുകളിലേക്ക് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് നോക്കുക, ഇത് കണ്ടോ, ഞാൻ ആ ആഡ് ചെയ്ത സ്റ്റാർട്ട് പോയിന്റ് ഉണ്ടല്ലോ, ആ സ്റ്റാർട്ട് പോയിന്റിൽ നിന്ന് മുകളിലേക്കും ഗ്രേഡിയന്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ സ്റ്റാർട്ട് പോയിന്റിൽ നിന്ന് താഴത്തേക്കും വേറെ അതിന്റെ തന്നെ ഒരു റിഫ്ലക്ഷൻ പോലെ ഒരു ഗ്രേഡിയന്റും കൂടെ
വന്നിട്ടുണ്ട്. സോ ഇങ്ങനെ ഒരു റിഫ്ലക്റ്റീവ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ ഒരു റിഫ്ലക്റ്റഡ് ഗ്രേഡിയന്റ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതാണ് നാലാമത്തെ ഗ്രേഡിയന്റ് ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഗ്രേഡിയന്റ് ടൈപ്പ് ആണ് ഇത് ഡയമണ്ട് ഗ്രേഡിയന്റ് എന്ന് പറയും കേട്ടോ. അതായത് ഈ ലാസ്റ്റ് കിടക്കുന്നതാണ് എന്ത് ഡയമണ്ട് ഗ്രേഡിയന്റ്. അത് നിങ്ങൾ ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇതിന്റെ ഒരു സെന്റർ പോയിന്റ് ചെയ്ത് ഒരു ഡയമണ്ട് പാറ്റേണിൽ നമുക്ക് ഗ്രേഡിയന്റ് ഫില്ല് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡയമണ്ട് ഗ്രേഡിയന്റ് യൂസ് ചെയ്യുന്നത്. ഈ ഗ്രേഡിയന്റ് ടൈപ്പുകൾ അറിയാൻ വളരെ എളുപ്പമാണ്. കാരണം അതിന്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് ഏത് ടൈപ്പ് ഗ്രേഡിയന്റ് ആണ് വന്നതെന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ അറിയാൻ സാധിക്കും. സോ ഡയമണ്ട് ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സെന്റർ പോയിന്റിൽ നിന്ന് ഡയമണ്ട് പാറ്റേണിൽ നമുക്ക് ഗ്രേഡിയന്റ് ഫില്ല് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. ഇത്രയുമാണ് ഈ 5 ടൈപ്പ് ഗ്രേഡിയന്റുകൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് 5 നിങ്ങൾ മസ്റ്റ് ആയിട്ടും അറിഞ്ഞിരിക്കുക. എല്ലാ ഗ്രേഡിയന്റ് ടൈപ്സും നമുക്ക് എപ്പോഴും ആവശ്യമൊന്നും ഇരിക്കില്ല. നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഗ്രേഡിയന്റ് ടൈപ്സ് നമ്മൾ ചേഞ്ച് ചെയ്ത് പഠിക്കണം. ഈ ഗ്രേഡിയന്റ് എന്ന് പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കമാൻഡ് ആണ്. നമ്മൾ ഗ്രാഫിക് ഡിസൈനിങ്ങിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗ്രേഡിയന്റ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കമാൻഡാണ്. സോ ഇത് നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിക്കുക. അതായത് ഗ്രേഡിയന്റ് എത്ര ടൈപ്പ് ഉണ്ടെന്ന് പഠിക്കുക, അതെങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് പഠിക്കുക. ദെൻ അതുപോലെ തന്നെ ഒരു ഗ്രേഡിയന്റ് എഡിറ്റർ വഴി നമ്മൾ ഗ്രേഡിയന്റ് കളർ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യണേ, അതിനെ മോഡിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കുക. ഓക്കെ, സോ നമുക്കിനി ഗ്രേഡിയന്റ് ടൂളിന്റെ എക്സസൈസ്, പ്രാക്ടിക്കൽ എക്സസൈസിലേക്ക് നമുക്ക് നോക്കാം. 2 ഷേപ്പുകൾ ഞാൻ തന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു അപ്പിയറൻസ് തന്നെ വെച്ചിട്ട് നിങ്ങൾ പുതിയ 2 ഷേപ്പുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ തന്നെ ആയിരിക്കണം. അതായത് ഒന്നെന്ന് പറയുന്ന ഒരു പൈപ്പ് ലൈക്ക് സ്ട്രക്ചർ ആണ്. അതൊരു അല്ലേ, നമ്മൾ റിയൽ ലൈഫിൽ നമ്മളൊരു പൈപ്പ് എടുത്ത് നോക്കുമ്പോൾ കാണുന്ന അതേ അപ്പിയറൻസ് പോലെ ഒരു റൗണ്ട് ഷേപ്പ്, ഒരു റൗണ്ട് ഫിഗർ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഇതൊരു 2D ആണ്, പക്ഷെ നമ്മൾ ഇവിടെ ഒരു 3D അപ്പിയറൻസ് കൊണ്ടുവരുവാണ്. അതുപോലെ വേണം നിങ്ങൾ ഈ പ്രാക്ടിക്കൽ ചെയ്ത് പഠിക്കാൻ. 2 ഷേപ്പ്, ഒന്നൊരു പൈപ്പ്, പിന്നെ വേറെ ഒന്നൊരു സ്പിയർ ഷേപ്പ്. സോ ഇത് രണ്ടും നിങ്ങൾ ഗ്രേഡിയന്റ് ടൂൾ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത് എടുക്കുക. സോ ഇത്രയാണ് നമ്മുടെ ഗ്രേഡിയന്റ് ടൂളിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. നിങ്ങൾ ഈ പ്രാക്ടിക്കൽ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, സോ ഇതിനകത്തുള്ള കളർ കോമ്പിനേഷനൊക്കെ അനുസരിച്ച് നിങ്ങളൊരു പുതിയ ഗ്രേഡിയന്റ് ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്ത ശേഷം വേണം നിങ്ങൾ അസൈൻ ചെയ്യാനായിട്ട് കേട്ടോ. ഓക്കെ, സോ ഇത്രയാണ് ഗ്രേഡിയന്റ് ടൂളിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.